ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ഒന്നാം പാദം ചേർന്നവയാണ് ഇവരാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവർക്ക് ചിങ്ങക്കൂറിന് ലഗ്നത്തിലാണ് കേതു. വേണ്ടത്ര ഉയർച്ച അവരുടെ പ്രവർത്തനങ്ങൾക്ക് കുറവായിട്ട് വരും. അവർ പലതും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ച് ഇനിയും മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണമോ അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറിയിട്ട് മറ്റൊന്നിലേക്ക് പോകണമോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഇപ്പോൾ പൊതുവെ ഇരിക്കുന്നത്. ഇതൊക്കെ താൽക്കാലികങ്ങളാണ്. മാറാനുള്ള ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് നിർത്തിയുള്ള ചിന്തകൾ കൊണ്ടും പ്ലാനിങ് കൊണ്ടും നിങ്ങൾക്ക് നാളെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. ജോലി സമയത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിനേക്കാൾ നല്ലത് സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെയോ ഒക്കെ അഭിപ്രായങ്ങളും കൂടെ കേട്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രം പ്രവർത്തന രംഗത്തിലും ഒക്കെ പ്രത്യേകിച്ച് തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളിലേക്കോ ഒന്നും ഇപ്പോൾ പോകാതിരിക്കുകയാണ് നല്ലത്. ഉള്ളവയെ വേണ്ടത്ര മെച്ചപ്പെടുത്താൻ ഒക്കെ ശ്രമിക്കുകയാണ് ഇപ്പോൾ അതിനാണ് അനുകൂലമായിട്ടുള്ള സമയം. മറ്റ് നൂതനമായിട്ടുള്ള പദ്ധതികളിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.